ഹായ് ഗൈസ്, വെൽക്കം ടു പ്ലൂട്ടോ ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ചിക്കൻ കൊണ്ടുള്ളൊരു വിഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ചെയ്തായിരുന്നു, എന്തായാലും കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിനി ബാക്കി പ്രോസസ്സ് ചെയ്യാൻ വന്നേക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്, കണ്ടില്ലേ. ഇപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. ഒരു നല്ലൊരു റിവറുണ്ട്, സൈഡിൽ ബാമ്പുവിൻ്റെ ഒരു കാടുണ്ട്, മുളങ്കാട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ ചോട്ടിൽ നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു സെറ്റപ്പ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ചെറിയൊരു അടുപ്പ് പോലെ കൂട്ടിയിട്ടുണ്ട്, ഒരു ചെറിയ ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. മുളക് കൊണ്ട് ഞങ്ങൾ രാവിലെ വന്നിരുന്ന് ഉണ്ടാക്കിയ ടേബിളാണ്. അതിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്തു. പിന്നെ 2 കുറ്റിയൊക്കെ എടുത്തിട്ടുണ്ടോ, മുളം കുറ്റിയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ചെറിയൊരു കപ്പ പുഴുങ്ങിയാലോ എന്നുള്ളൊരു പ്ലാനിങ് ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, തീയൊക്കെ ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് തീ കത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ നമ്മളിവിടെ പുഴുങ്ങിയെന്നുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഗ്രില്ല് ചെയ്യുന്നതിന് വേഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി തുറന്നില്ലോ ഈ ചിക്കൻ നമുക്ക് എടുത്ത് ഒരു കമ്പയിലോട്ടൊന്ന് കോർത്തിട്ട് നമുക്ക് തീയിൽ വെക്കാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് മസാലയൊക്കെ പറ്റണം, അതൊക്കെ ചെയ്തിട്ടാണ് വെക്കാൻ പോകുന്നത്. ഓക്കെ, കറക്കണോടാ, കുഴപ്പമില്ല. ഇച്ചിരി നീ കൂടുതലുണ്ട്, അതങ്ങ് മാറി കഴിയുമ്പോഴത്തേനും ശരിയായിക്കോളും. ഇതിന്റെ മേലേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ബിയർ ഒഴിക്കാനായിട്ട് പോകുന്നത്. അതാ കാണുന്ന തേനും നെയ്യൊന്നും അല്ല കേട്ടോ, അത് ബിയറാണ്. ബിയർ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചില്ല, ലെൻസ് ചെയ്യുന്ന ഒരുക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പം നമ്മളിവിടെ എക്സ്ട്രാ ആയിട്ട് ചെയ്തേക്കുന്നത് ഇത് കണ്ടില്ലേ, ചെറിയ 2 മുളംകുറ്റിക്കകത്ത് നമ്മൾ കപ്പ വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പയാണ്, മുളംകുറ്റിക്കകത്താണ് കപ്പ വെച്ചേക്കുന്നത്. ഓക്കെ, ഇതിലും കപ്പ, ഇതിലും കപ്പ. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കണം, തീ തള്ളി റെഡിയാക്കി വെച്ച് കൊടുക്കണം. പീയൂഷ് ഇപ്പോൾ ഒഴിച്ചൊഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബിയറാണ്. മുളകൊക്കെ കേട്ടോ അതിനകത്ത് കിടക്കുന്നത്, അല്ലേ. ഗ്ലാസ്സിനകത്ത് കിടക്കുന്നത് കൈ പൊള്ളിക്കരുത്, ഗ്ലാസ്സിനകത്ത് മുളക് കിടക്കുന്നത്. അപ്പോൾ അതുകൂട്ടിയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇന്നലെ ഇട്ടത്. 12 മണിക്കൂർ മാരിനേറ്റ് ചെയ്തു കേട്ടോ. മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞെടുത്ത് പുഴുങ്ങി മസാലയൊക്കെ തേച്ച് ഇപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മളിവിടെ ചെറിയൊരു കമ്പയിലൊക്കെ കോർത്ത് സെറ്റാക്കി വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. താഴെ കളയരുത് കേട്ടോ, അങ്ങനെ പോകുമല്ലോ. നമ്മൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വള്ളിയൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കുമായിരുന്നു, വാഴവള്ളിയൊക്കെ വെച്ച്. നമ്മുടെ കപ്പ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ആകാനായിട്ടൊന്ന് കുറച്ച് കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കനായത് എടുത്തുനിന്ന് പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. കത്തി എടുത്ത് കത്തി. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുക, കൈക്കകത്തിരുന്ന് കപ്പ തിളയ്ക്കുന്നുണ്ടാവും.
മുളംകുറ്റിക്കകത്തിരുന്ന് ഈ അടിഭാഗമൊക്കെ നന്നായിട്ട് കരിഞ്ഞിരിക്കുക മുളംകുറ്റിയുടെ. അപ്പോൾ നന്നായിട്ട് വെന്ത് ഇതിനകത്തിരുന്ന് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിനി ഒന്ന് ഊറ്റി ഇതിനകത്ത് കപ്പയൊക്കെ പുറത്തെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ കപ്പ ഒരു കുറ്റിയും കൂടെ നമുക്ക് വേകാനുണ്ട്. അതിവിടെ വെന്തോണ്ടിരിക്കുക കേട്ടോ. ബാക്കി നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ സെറ്റാക്കി വെച്ചു. നമ്മുടെ ഒരു കുറ്റി കപ്പയും ചിക്കനും എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതും കൂടെ ഒന്ന് വേകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മൾ ഈ മുളയുടെ കുറ്റി എടുക്കുമ്പോഴത്തേനും ഒട്ടും പൊട്ടാതെടുക്കണം. ഇപ്പോൾ ഇതെടുത്തപ്പോൾ കുറച്ച് വിള്ളലുണ്ടായിരുന്നു അതിന് സൈഡിൽ. ഞാൻ തോന്നുന്നു നമ്മൾ തീക്കകത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോയി. മറ്റേ കുറ്റി കുഴപ്പമൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ആദ്യം തന്നെ വെന്ത് കിട്ടി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വേറൊരു കുറ്റിയും കൂടെ വെട്ടിയിട്ട് അതിനകത്ത് വെച്ചേക്കുന്ന കപ്പ കേട്ടോ ഇത്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ആയിട്ടുണ്ട്, തിളച്ച് തുടങ്ങി. ഇപ്പോൾ തന്നെ ആവുമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ അതാകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് എടുത്ത് വെച്ചേക്കാം. നമ്മൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ ഫെബിൻ ബ്രോയും വന്നിട്ടുണ്ട്, നമ്മുടെ അനന്ത് ബ്രോ ഉണ്ട്, അനന്തുവിൻ്റെ അനിയനുണ്ട്, ക്രിസ്റ്റോ ഉണ്ട്, പീയൂഷും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എടാ, ആരാദ്യം ടേസ്റ്റ് ചെയ്യുന്നത്? തുറക്കരുത്, തുറക്കെ. ഓക്കെ, അപ്പം ഓപ്പൺ ചെയ്യുകയാണ്. ബിയർ ചിക്കൻ നമ്മുടെ ഇതെടുത്താ പോരെ? അതിങ്ങനെ ഇളക്കിയും എടുത്താൽ മതിടാ. നിങ്ങളുടെ പോരട്ടെ, എടുക്ക് കപ്പ കൂട്ടി കഴിക്കുക. കപ്പ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചിട്ട് നിന്റെ നാവിന് തോന്നിയ വികാരം നീ ഇവിടെ പ്രകടിപ്പിക്കും. കഴിച്ചോക്കിട്ട് പറ. ചെറിയ മയക്കമൊക്കെ കാണും. വേറെ ചിക്കനായുണ്ട് അല്ലേ? എങ്ങനെടാ? എന്നെ കപ്പ കഴിക്കുന്ന കപ്പ കഴിച്ചിട്ട് വേണം. കപ്പ കഴിച്ചിട്ട് വേണം. നോയമ്പെങ്കിൽ നോയമ്പ്. ചിക്കനല്ലേ കഴിക്കുന്നതുള്ളൂ. കപ്പ കഴിക്കും. കപ്പ കഴിക്കോ പറ. സാധാരണ നമ്മള് കപ്പ വേവിക്കുമല്ലേ കലത്തിനകത്ത്, അതിൽ നിന്നും മുളം കുറ്റിയിട്ട് വേവിക്കും. നല്ല ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. എന്നെ പറയാനാ, ഒരു കഷ്ണം കപ്പയും കൊടുത്തില്ല എന്നാ പറയാനാ അല്ലേ? ശരിയാ. ഇതിനകത്ത് ഏറ്റവും ചെറിയൊരു അല്ലെങ്കിൽ ഒരു ഇടത്തരം ഒരു പീസ് കപ്പയോട് ചേർത്ത് ഒരു ഇടത്തരം പീസ് എടുത്തിട്ട് ആ മസാല എവിടെ ഉള്ള അവിടെയൊക്കെ ഒന്ന് പിടിച്ച് തിരിച്ചിട്ട് ഈ ഒരു എക്സ്പ്രഷൻ ഇറക്കട്ടെ. ശരി, ഇറക്കിയിട്ട് പറ. എടാ, നീ പറഞ്ഞില്ല എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? വെറൈറ്റി അല്ലേ? ഓക്കെ, അടിപൊളി. പാട്ട് പാടാൻ സ്റ്റേജിക്ക് എന്റെ പൊന്നടാ, ഇങ്ങനൊന്നും പറയാതെ. എടാ, അത് വെന്തു. അത് വെന്തു, ശരിക്കും നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. എരിവും ആ മുളകും എന്റെ പാകത്തിന് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കഴിക്കുമ്പോൾ നമ്മൾ അത് ഉള്ളിലേക്ക് അങ്ങ് ഇറക്കുമ്പോൾ ആ ബിയറിന്റെ ഒരു ഫ്ലേവർ എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ തട്ടുന്നു. മനസ്സിലല്ല, മനസ്സ് മീൻസ് പുറത്താണ് നടുന്നത്. പിന്നെ പൊക്കോണം എവിടെ തൊട്ടാലും നമ്മുടെ മനസ്സിൽ വന്നിട്ടല്ലേ നമ്മളത് പറയും. കപ്പ വെന്തില്ലേ കുസോ? ചൂട് വേണോ? ചിക്കന്റെ കാല് കുറച്ച് വേണം. എടുത്ത് കഴിക്കണം. നീ അങ്ങനെ എരിവുണ്ടോടാ? നല്ല എരിവുണ്ട്. അടിപൊളി, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്തായാലും ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ചെറിയ പീസ് കപ്പയൊക്കെ എടുത്ത് ആകെ മൊത്തം ഇവിടെ എല്ലാം നിന്ന് തീയൊക്കെ കത്തിച്ച് തീയൊക്കെ ഊതി കണ്ണിനകത്ത് കൂടെ പുകയായിരുന്നു. നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ബിയർ ചിക്കനും കൂടെ ഒരു രക്ഷയില്ല. അത് നല്ലോണം നല്ല ബിയറിന് നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 12 മണിക്കൂർ നമ്മൾ ബിയറിനകത്ത് ഇട്ട് വെച്ചാണിത്, എന്നിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല പ്രോഗ്രസ്സിലാണ് കേട്ടോ. നല്ല എരിവുണ്ട്. ഇതിനകത്ത് മസാലയായിട്ട് നമ്മൾ ചേർത്തേക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചക്കുരുമുളകും നമ്മൾ അരച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ, വേറെ ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും നല്ല രീതിയിൽ ഓടുന്നുണ്ട്, കണ്ടില്ലേ? അടിപൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. ബിയറിൻ്റെ നല്ല ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല, കണ്ടില്ലേ? ഇതിൽ കൂടുതൽ എന്നാ പറയാനാണ്. അപ്പോൾ ഞാൻ തീരാറായി, ശാലം കൂടെ വെച്ചോളൂ. എരിച്ചിട്ട് അത് ചൂട് കപ്പ ഇതുകൂടെ പോയി കുത്തിക്കറ്റി. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ അത്യാവശ്യം നല്ല ഗ്രില്ല് ചെയ്ത മസാലയൊക്കെ പിടിച്ച് തേച്ചിട്ട് കഴിക്കുമ്പോൾ ആ ഒരു സ്പൈസി ആയിട്ട് നമുക്ക് തോന്നി. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടെ നമ്മൾ കഴിച്ച് പോകുമ്പോഴത്തേക്കും ആ ഒരു ബിയറിൻ്റെ ഫ്ലേവർ നമ്മളെ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ടേസ്റ്റ്. പിടിയിട്ടില്ലേ? പിടിയിട്ടില്ലോ.
എരിച്ചിട്ട് ഒരു രക്ഷയില്ലാണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ ബിയർ ചിക്കൻ ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ചെയ്യുന്ന സംഗതിയൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. 12 മണിക്കൂർ നമ്മൾ ബിയറിനകത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള പാട്ട്. എന്നാലേ നമ്മളെ ബിയറിൻ്റെ നല്ല ഫ്ലേവർ അതിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കണം കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും ഇതുപോലെ ചെറിയ സെറ്റപ്പായിട്ട് ഒന്ന് ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മുള്ളൻകുറ്റിക്കകത്ത് കപ്പ വെച്ചാൽ പൊളിയാണ് കേട്ടോ, ഒന്നും പറയാനൊന്നുമില്ല. വേറെ പാത്രത്തിൻ്റെ ആവശ്യമില്ല, എല്ലായിടത്തും കളഞ്ഞാൽ മതി ലാസ്റ്റ് കപ്പ കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല അടിപൊളി ഐറ്റമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.